വൈകിട്ടോടുകൂടി അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ഇന്നലെയും 3 മണിക്കായിരുന്നു അത്തരത്തിലൊരു വിശദീകരണം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നും ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി 8:30 മുതൽ ഏതാണ്ട് ഇന്ന് പുലർച്ചെ 5 മണി വരെ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് എന്ന ചോദ്യം രാജ്യത്ത് ഓരോ പൗരനുമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വൈകിട്ടോടെ ലഭിക്കുമെന്ന് കരുതുന്നു. എന്നാൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഷെല്ലാക്രമണം പൂഞ്ചിലും ഉറിയിലും കുപ്വാരയിലും എല്ലാം ഇപ്പോഴും തുടരുന്നു എന്നാണ് ആ മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഏതാണ്ട് ഉറിയിൽ മാത്രം 10 വീടുകൾ ഇനി ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ വീടുകൾ മാത്രമല്ല, കടകൾ, വാഹനങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. ആളുകൾക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഇന്ന് രാവിലെ അവിടേക്ക് ചെന്ന മാധ്യമപ്രവർത്തകരോട് സമീപത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞത്. ഒരുപാട് പേരെ വീടുകൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിമിഷവും പലയിടങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. എന്നാൽ അത് അതിരൂക്ഷമായ ഇന്നലെ രാത്രി കണ്ട പോലെ ഒരു വ്യോമാക്രമണമോ മറ്റോ നടക്കുന്നില്ല. അതിർത്തിയിൽ നിന്ന് ഷെല്ലാക്രമണവും വെടിവെപ്പുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നമ്മുടെ രാജ്യം നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ വൈകിട്ടോടുകൂടി ലഭിക്കും എന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ ചണ്ഡീഗഡിൽ ഒരു സൈറൺ 1 മണിക്കൂർ മുൻപ് മുഴങ്ങിയിരുന്നു. അത് ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിലും അതിജാഗ്രത തുടരുകയാണ്. 532 കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി പഞ്ചാബ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ വലിയ ജാഗ്രതയാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ചണ്ഡീഗഡിലെ സൈറൺ എന്നതാണ് പുതിയ വിവരമായി അനൂപ് പങ്കുവയ്ക്കുന്നത്. അതിർത്തിയിൽ വലിയ സുരക്ഷ, അതിർത്തി മേഖലയിലെ പരിപാടികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ അത് കഴിഞ്ഞ ദിവസമേ നിരീക്ഷണത്തിൽ ആക്കിയിരുന്നു. വ്യാജ ദൃശ്യങ്ങൾ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന നിർദ്ദേശവും പഞ്ചാബിൽ ഉൾപ്പെടെ നൽകിയിരുന്നു. രാജ്യം അതിജാഗ്രതയിലൂടെ കടന്നു പോകുമ്പോൾ രതീഷ്, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാകിസ്ഥാന്റെ വ്യോമാക്രമണം, ഇന്ത്യയിലേക്ക് 2 തവണയായി നടത്തിയ വ്യോമാക്രമണം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി. ഇന്ത്യയിൽ ഒരു ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കെട്ടിടം തകർക്കാനോ പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ അതിർത്തിയിൽ ദൃശ്യങ്ങൾ അതിർത്തിയിലെ ജനവാസ മേഖലകളിലേക്കുള്ള ഷെല്ലിംഗ് ആണ്. അതല്ലാതെ വ്യോമാക്രമണം ഇന്ത്യയിലേക്ക് വിജയകരമായി നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല.